ഹലോ ഹായ്. അപ്പോൾ ഇന്ന് നമുക്ക് പിള്ളേർക്ക് ഇന്ന് ബന്ധൊക്കെയല്ലായിരുന്നോ? അപ്പോൾ ഇന്ന് ഹർത്താലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ നമ്മളിങ്ങനെ ഓർത്ത് നമുക്ക് പിള്ളേരെയൊക്കെ കൂട്ടി ഒന്ന് തോട്ടിലൊക്കെ പോയാലോ. ഞങ്ങളങ്ങനെ തോട്ടിലേക്ക് പോയിട്ട് അതാ ഒരുത്തൻ കുറേ പുതപ്പൊക്കെ വാരി പിടിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ നടന്നിങ്ങനെ തോട്ടിലേക്ക് പോകുന്ന രംഗാട്ടോ ഇത്. നമ്മൾ തോട്ടിലേക്ക് പോകുന്ന വഴികളൊക്കെ ആട്ടോ. നമ്മളൊരു കാട്ടിക്കൂടിയൊക്കെ കുറച്ച് നടന്നിട്ട് വേണം തോട്ടിലേക്ക് എത്താനേ. അട്ടയൊക്കെ ഉണ്ടോയെന്ന് അങ്ങനെ പേടിച്ച് നമ്മളങ്ങനെ നടന്ന് അങ്ങനെ നമ്മുടെ തോട്ടിലെത്താൻ പോകും. നമ്മൾ വലിയ കുറച്ചൊരു മഴ അങ്ങനെ നമ്മൾ തോട്ടിലെത്തിയിട്ടോ. ഇതാണ് നമ്മുടെ തോട്. വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്, നല്ല ഒഴുക്കുള്ളതാട്ടോ. അവനാണെങ്കിൽ പുതപ്പ് വേണോ എന്നുള്ള രീതിയിലാണ് അവൻ നടക്കുന്നത്. അലക്കാരൊക്കെയുള്ള പുതപ്പ് വരിക്കെട്ടി പോകുന്ന അടുത്തയാൾ കോട്ടൊക്കെ ഇട്ടിട്ട് മഴ നനയാതെ, തോട്ടിൽ പോകുന്ന മഴ നനയാതെ കോട്ടൊക്കെ ഇട്ടിട്ട് ചന്ദ്രനിൽ പോകുന്ന പോലെ ഒരാൾ പോകുന്നത്. ഇത് നമ്മുടെ അവിടെയുള്ള ഒരു ചെറിയ വെള്ളച്ചാട്ടാട്ടോ. തോടിന് തൊട്ടും വെള്ളച്ചാട്ടമല്ല, ചെറിയൊരു ചാലിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നതാണ്. ആ വെള്ളത്തിന് നല്ല ചൂടാട്ടോ. തോട്ടിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. അങ്ങനെ ഞങ്ങൾ തോട്ടിലെത്തി. അവിടെ കിടന്ന് ഇതാട്ടോ നമ്മൾ കുളിക്കാൻ വേണ്ടി എടുത്ത മുകളിലാണേ. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണം, തുണിയൊന്നും ഞാൻ തുണിയൊന്നും അധികം എടുത്തില്ലായിരുന്നു. എൻ്റെ ഫ്രണ്ടാട്ടോ അത്. അപ്പോൾ അവൾ തുണിയൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ ഞങ്ങളിനി കുറച്ച് കഥയൊക്കെ പറഞ്ഞ് നിന്ന് അലക്കാൻ തുടങ്ങാമെന്നുള്ളത്. അപ്പോൾ ഇവരുണ്ട് ഇവിടെ ഒരു ചെറിയൊരു കല്ല് കണ്ടു. ആ കല്ലേ കൂടെ ഊർന്ന് കളിക്കാട്ടോ. ഭയങ്കര തെറ്റലാണ് കല്ലിന്. മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര തെറ്റലാണ്. പക്ഷെ അവരിങ്ങനെ തെന്നിച്ച് വെള്ളത്തിൽ ചാടാനുള്ള ആ ഒരു ഇതാട്ടോ. അപ്പോൾ വീഡിയോ എടുക്കാൻ റെഡി ആയോ, ഒന്ന് എടുത്തോ എന്നുള്ള രീതിയിലാണ് അവൾ പോയി ചാടാൻ പോകുന്നത്. വെള്ളത്തിലേക്ക് ചാടാൻ പോകുന്നത് അവരുടെ ഒരു കളികളുടെ ഒരു ഇതാട്ടോ. രസമല്ലേ. നമ്മൾ കുറേ നാൾ കൂടിയാണ് ഞങ്ങൾ തോട്ടിൽ പോകുന്നത്. ഞങ്ങളങ്ങനെ പോകലൊന്നുമില്ല. അവരിതാ മറ്റേ വെള്ളത്തിൽ ഊർന്ന് പോകാൻ വേണ്ടിയുള്ള പതയൊക്കെ ഉണ്ടാക്കി സോപ്പ് തേച്ച് പത ഉണ്ടാക്കുക കേട്ടോ. സോപ്പ് പൊടി സോപ്പൊക്കെ തേച്ച് നല്ല സുഖത്തിൽ സ്മൂത്തായിട്ട് ഊർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് അതിനുള്ള പരിപാടി കേട്ടോ. സ്ലൈഡ് പോലെ ഉണ്ടാക്കുകയാണത്. നല്ല ഈസിയിൽ പോകാനുള്ള ഇതിൽ സോപ്പൊക്കെ തേച്ച് പതയാക്കി ഒരു ഊർന്ന് പോകുന്ന രംഗമാട്ടോ. അതാ പോകുന്നു. പിന്നെ അവരങ്ങനെ കിടന്ന് കളിയാണ് രണ്ടുപേരും കൂടെ. ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ പണി തുടങ്ങിയിട്ട് ഞങ്ങൾ അപ്പുറത്ത് അലക്കുന്നുണ്ട്. ഇവരുടെ കളികൾ കണ്ടപ്പോൾ നമുക്ക് നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ നമ്മളിങ്ങനെ വെള്ളത്തിൽ തോട്ടി പോയി കുളിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറേ ഓർമ്മ വന്നു. അവൻ മുങ്ങി അവിടെ വെള്ളത്തിൽ. പൊന്നൂസിന് പേടിയാട്ടോ. പൊന്നൂസിന് അങ്ങ് ഒരു ചെറിയ ആഴത്തിൽ നിൽക്കുക എന്നല്ലാതെ പൊന്നൂസ് അധികം അങ്ങ് ഇറങ്ങിയല്ല. പൊന്നൂസിന് ഭയങ്കര പേടിയാട്ടോ. ഒരാളിതാ എന്തോ മല മറിക്കുന്ന, ഇനി തോട്ടിൽ വന്നല്ലേ നനച്ചും കുളിച്ചും പോയേക്കാന്നുള്ള രീതിയിൽ ഭയങ്കര അലക്കാണ്. അലക്ക്. പൊന്നൂസിനോട് നിർത്താൻ പണ്ട് പൊന്നൂസിന് നിർത്താൻ തോന്നില്ല. വെള്ളത്തിലങ്ങനെ കളിയാ പൊന്നൂസിന് ഭയങ്കര രസം പിടിച്ചു കേട്ടോ. അവനപ്പോൾ അവിടെ ഒരു പുളീൻ്റെ ഒരു ഇതുണ്ട്. ആ പുളി മരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചൂടിൽ പുളി അവൻ എറിഞ്ഞു കൊടുത്ത കേട്ടോ അവൾക്ക്. അവിടെ പുളി എന്തോ വലിയ ചന്ദ്രൻ എന്തോ കീഴടക്കിയതുപോലെയാണ് പൊന്നൂസിൻ്റെ പുളി ഇങ്ങനെ പിടിച്ചിട്ടുള്ള പൊക്കിയുള്ള കാണിക്കലൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ അത് പൊട്ടിച്ച് തിന്നാനുള്ള ശ്രമത്തിലാണ് പൊന്നൂസ്. ഇപ്പോൾ പൊട്ടുന്നില്ല, കുറച്ചും കൂടെ ശക്തിയിൽ ഇടിച്ചാലേ പൊട്ടുള്ളൂ. അപ്പോൾ അടുത്തയാൾക്ക് കൈമാറുകയാണ്, രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ. ഇനി അതിൻ്റെ ആ കുരു എടുത്ത് അവൾ വായിലിട്ട് കഴിഞ്ഞിട്ടുള്ള ആ എക്സ്പ്രഷൻ നോക്കിക്കോ കേട്ടോ. മണത്തൊക്കെ നോക്കുന്നുണ്ട്, ഇത് നല്ലതാണോ, ഇനി ചത്തുപോകുമോ തട്ടിപ്പോകുമോ എന്നുള്ള കാര്യം. വായിലിട്ട് ഇനിയുള്ള എക്സ്പ്രഷൻ നോക്കിക്കോ കേട്ടോ. എന്തോ സാധനം തിന്നതുപോലെയുള്ളത് എന്തോ. അതിനൊരു പുള്ളി എന്താ ഒരു വലിയ ടേസ്റ്റില്ലായിരുന്നു. ചിലതിന് നല്ല മധുരം ഉണ്ടാവലുണ്ട് കേട്ടോ. ഇത് വലിയ മധുരമില്ല. അടുത്തത് അത് പിന്നെ തിന്നാന്ന്. ഇപ്പം വേണ്ട, പിന്നെ തിന്നാന്നായി. ഇത് ഞങ്ങൾ വടംവലി ആട്ടോ. നമ്മൾ പണ്ട് പുതപ്പൊക്കെ ചുരുട്ടിയിൽ അതിൽ വെള്ളം കളയാൻ വേണ്ടി ഇങ്ങനെ വലിക്കൂലേ, ഞാനും കൂടെ ഭയങ്കര വടംവലി. ഇപ്പം തെറിച്ച് പോവാന്നറിയത്തില്ല, ഇതാ വലിക്കലായിപ്പോയി. പൊന്നൂസ് മടുത്തു പൊന്നൂസ് പാറയിൽ അങ്ങനെ ഇരിക്കുക ഇനി ഇല്ലയെന്നുള്ള രീതിയിൽ.
കളിച്ച് പൊന്നൂസിന് മടുപ്പായി കളി. അവനാണെങ്കിൽ പിന്നെയും മുകളിലേക്ക് കയറുവും ചാടി മറിയും. പൊന്നൂസ് പിന്നെയും ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്ത് വന്നപ്പോൾ എനിക്കും ഭയങ്കര ഒരാഗ്രഹം. ഞാൻ കുളിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു വന്നത്. എനിക്കും ഭയങ്കര ഒരാഗ്രഹം തോന്നുന്നുണ്ടായിരുന്നു ഒന്ന് കുളിച്ചാലോ എന്ന്, വെള്ളത്തിലൊന്ന് ഇറങ്ങിയാലോ എന്നുള്ളൊരു തോന്നൽ. അങ്ങനെ ഇവരുടെ ഈ തെന്നിച്ചുള്ള പോക്കാണ്. പൊന്നൂസ് മടുത്തു. പൊന്നൂസ് പറഞ്ഞു ഇനി മതി, ഇനി ഞാൻ കുളിക്കുന്നില്ല എന്ന് പറഞ്ഞ് പൊന്നൂസ് വന്ന് പാറയിലിരിക്കുന്ന രംഗാട്ടോ. കുളിച്ച് മടുത്ത് തണുത്ത് വിറയ്ക്കുന്നുണ്ട് പൊന്നൂസിന്. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പാറയെന്നൊന്ന് ഊർന്നാലോ എന്ന് വിചാരിച്ചാണ് ഞാൻ അടുത്ത ഘട്ടം ഊരാൻ വേണ്ടി ഇറങ്ങിയതാട്ടോ. നല്ല തണുപ്പുതും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബായ്.